തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്ന കേസിൽ DIG MK വിനോദ് കുമാറിന്റെ ജയിൽ സന്ദർശനത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. മൂവാറ്റുപുഴ, കോട്ടയം, പൊൻകുന്നം ജയിലുകളിലെ രാത്രികാല സന്ദർശനങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് ചേർന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടന്ന കാര്യം മറ്റുള്ള ജയിലുകളുണ്ടോ എന്നാണോ മനീഷ് അന്വേഷിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ നിലവിൽ MK വിനോദ് കുമാറിനെതിരെ വിജിലൻസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കൈക്കൂലി വാങ്ങിയത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് വിനോദ് കുമാർ നടത്തിയിട്ടുള്ള 2022 സംസ്ഥാനത്ത് വിവിധ ജയിലുകൾ നടത്തിയിട്ടുള്ള രാത്രികാല സന്ദർശനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നത്. പ്രധാനമായും അന്ന് പൊൻകുന്നം, മൂവാറ്റുപുഴ, കോട്ടയം ജയിലുകളിൽ MK വിനോദ് കുമാർ രാത്രികാലങ്ങളിൽ സന്ദർശനം നടത്തി. കോട്ടയം ജയിലിൽ അവിടെ വനിതാ തടവുകാരെ നേരിൽ കണ്ടു എന്നതടക്കമുള്ള വിവരങ്ങളാണ് നിലവിൽ വിജിലൻസ് ലഭിച്ചിട്ടുള്ളത്. ആ വിവരങ്ങളിൽ നിലവിൽ പ്രാഥമികമായി ഈ 3 ജയിലുകളിലെയും അവിടെയുള്ള ജീവനക്കാരുടെ ആ സമയത്ത് വിരമിച്ചു പോയ ആളുകളെ അങ്ങനെയും കണ്ട് മൊഴിയെടുത്തിട്ടുണ്ട്, വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. എന്തിനാണ് 2022 അന്ന് ജയിലിൻ്റെ തന്നെ ചുമതല ഉണ്ടായിരുന്ന MK വിനോദ് കുമാർ രാത്രികാല സന്ദർശനം നടത്തിയത്? അതിനു മുൻപേ തന്നെ വിനോദ് കുമാറിനെതിരെ കൈക്കൂലി ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ തന്നെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് 2022 ഇങ്ങനെ ചട്ടവിരുദ്ധമായി രാത്രികാലങ്ങളിൽ ജയിൽ ചുമതലയുള്ള MK വിനോദ് കുമാർ ജയിലിൽ സന്ദർശനം നടത്തുന്നു എന്ന് കാണിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടും പരാതിയും അന്ന് തന്നെ തള്ളിക്കളഞ്ഞു. അതിൽ യാതൊരുവിധ അന്വേഷണം ഉണ്ടായില്ല. ഇപ്പോഴിതാ വിനോദ് കുമാർ കൊടിസുനി അടക്കമുള്ള ആളുകളിൽ നിന്നും പണം കൈക്കൂലിയായി വാങ്ങി ജയിലിൽ അനധികൃതമായി സംവിധാനങ്ങളും സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ അതിൽ തെളിവുകൾ ലഭിച്ച് ഇതിൻ്റെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൊടുത്ത പശ്ചാത്തലത്തിലാണ് ഇയാളുടെ മുൻകാല ചെയ്തികളിൽ ഇപ്പോൾ വിജിലൻസ് ഈ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. എന്താണെങ്കിലും MK വിനോദ് കുമാറിനെ വിടാതെ വിജിലൻസ് പുറകെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ അന്തിമ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൊടുക്കും. ഒരുപക്ഷെ ഇയാൾക്കെതിരെയുള്ള അച്ചടക്ക നടപടി വൈകുന്നത് ഇതിൽ കൂടിയുള്ള അന്വേഷണത്തിന് റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഇനി ഒരു അച്ചടക്ക നടപടി ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.